CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വഞ്ചിപ്പാട്ടിലെ വിധി. പാലക്കാട് ജില്ലാ കലോത്സവ വേദിയിൽ ജഡ്ജസിന് മർദ്ദനം. പോലീസ് ലാത്തി വീശി. വിധി നിർണയത്തെ ചോദ്യം ചെയ്തത് അക്രമത്തിൽ കലാശിക്കുകയായിരുന്നു. MP ഫണ്ട് ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്ത ശ്രീകൃഷ്ണപുരം കുളക്കാട്ടുകുറിശി അണ്ണടമ്പ് റോഡിന്റെ ശിലാഫലകം കാണാതായ സംഭവം വിവാദത്തിൽ. ശിലാഫലകം കാണാതായതിനെ തുടർന്ന് പ്രതിഷേധവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. മലപ്പുറം മച്ചിങ്ങൽ ബൈപ്പാസിന് സമീപമുള്ള സെക്കൻഡ് ഹാൻഡ് സ്പെയർ പാർട്സ് കടയുടെ ഗോഡൌണിൽ തീപിടുത്തം. ഉച്ചയ്ക്ക് ഏകദേശം 3 മണിയോടെയാണ് സംഭവം. ആളപായമില്ല. വഞ്ചിപ്പാട്ടിലെ വിധി. പാലക്കാട് ജില്ലാ കലോത്സവ വേദിയിൽ ജഡ്ജസിന് മർദ്ദനം. പോലീസ് ലാത്തി വീശി. വിധി നിർണയത്തെ ചോദ്യം ചെയ്തത് അക്രമത്തിൽ കലാശിക്കുകയായിരുന്നു. യൂണിവേഴ്സിറ്റി പുറവാട്ടി വാടി ഒരാള് എന്തിനു വരുന്നുണ്ടോ? ഈ പയ്യൻ ഇവൻ എന്തുകൊണ്ട് അടിച്ചെന്ന് വടിയെടുത്ത് ഞാൻ കേസ് കൊടുത്തിരിക്കും. ഈ പയ്യന്റെ വിദ്യാഭ്യാസം ഞാൻ നിർത്തിച്ചിരിക്കും. ആ ടീം ആമ്പിള്ളാർ 10 പേരെ ഞാൻ ഉറപ്പായിട്ടും കോടതി കൊണ്ടുപോയിരിക്കും. 100% ഉറപ്പ്. ഡൽഹി കോടതിയിൽ ഞാൻ കൊണ്ടുപോയി. ജഡ്ജിന്റെ കൈവച്ച് ഡൽഹി കോടതിയിൽ ഡൽഹി കോടതിയിൽ
CCN പാലക്കാട്. മലപ്പുറം മച്ചിങ്ങൽ ബൈപ്പാസിന് സമീപമുള്ള സെക്കൻഡ് ഹാൻഡ് സ്പെയർ പാർട്സ് കടയുടെ ഗോഡൌണിൽ തീപിടുത്തം. ഉച്ചയ്ക്ക് ഏകദേശം 3 മണിയോടെയാണ് സംഭവം. ആളപായമില്ല. ബഡ്ജറ്റ് സ്പെയർ പാർട്സ് എന്ന കടയുടെ പൊളിച്ച വാഹനങ്ങളുടെ ഭാഗങ്ങൾ വിൽക്കുന്നതിനായി സജ്ജീകരിച്ച താൽക്കാലിക കെട്ടിടത്തിലാണ് തീ പടർന്നത്. ഇവിടെ വാഹനങ്ങളുടെ ലൈറ്റുകളായിരുന്നു സൂക്ഷിച്ചിരുന്നത്. ഇവ പൂർണ്ണമായും കത്തിനശിച്ചു. തീപിടുത്തം ഉണ്ടായ സമയത്ത് ഗോഡൌണിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല. വിവരമറിയിച്ചതിനെ തുടർന്ന് മലപ്പുറം, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഉടൻ സ്ഥലത്തെത്തി. ഏകദേശം 1 മണിക്കൂറോളം പരിശ്രമിച്ച ശേഷമാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. CCN മലപ്പുറം. MP ഫണ്ട് ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്ത ശ്രീകൃഷ്ണപുരം കുളക്കാട്ടുകുറിശി അണ്ണടമ്പ് റോഡിന്റെ ശിലാഫലകം കാണാതായ സംഭവം വിവാദത്തിൽ. ശിലാഫലകം കാണാതായതിനെ തുടർന്ന് പ്രതിഷേധവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. സെപ്റ്റംബർ 9 VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്ത പാതയാണിത്. 10 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡിന്റെ കോൺക്രീറ്റ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. ബുധനാഴ്ച രാത്രിയാണ് റോഡിനരികിൽ സ്ഥാപിച്ചിരുന്ന ശിലാഫലകം കാണാതായത്. ബുധനാഴ്ച പകൽ VK ശ്രീകണ്ഠൻ MP ശ്രീകൃഷ്ണപുരത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഫലകം അവിടെയുണ്ടായിരുന്നതായും നേതാക്കൾ പറയുന്നു. ഫലകം കാണാതായതോടെ കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധവുമായി സ്ഥലത്തെത്തി. നമ്മുടെ ബഹുമാന്യനായ MP ശ്രീ VK ശ്രീകണ്ഠന്റെ ഫണ്ട് ഉപയോഗിച്ച് കുളക്കാട്ടുകുറിശി 6-ാം വാർഡിൽ അണ്ണടമ്പ് റോഡ് 3/9/2025 ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ്. ഇന്നലെ വരെ ഈ ശിലാഫലകം ഒരു കേണു കൂടാതെ വൈകുന്നേരം വരെ ഇവിടെ നിന്നതാണ്. MPയുടെ പരിപാടി ശ്രീകൃഷ്ണപുരത്ത് നടന്നതും അതിനുശേഷം അതിനൊപ്പം നമ്മുടെ കോൺഗ്രസിൻ്റെ പരിപാടി കുളക്കാട്ടുകുറിശിയിലും പുളിയക്കാട്ട് തെരുവിലും നടന്നതിന് ശേഷം ഇന്നലെ രാത്രിയോടെ ഈ ശിലാഫലകം ഇവിടെ നിന്നും അപ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള 4-ാംകിട രാഷ്ട്രീയ പ്രവർത്തനവുമായി CPM ഇറങ്ങുന്നത്. എന്നാൽ വ്യാഴാഴ്ച രാവിലെ ഫലകവുമായി ഒരാൾ സ്ഥലത്തെത്തി. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഫലകത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനായി കൊണ്ടുപോയതായിരുന്നു എന്നാണ് ഇദ്ദേഹം നൽകിയ വിശദീകരണം. CCN കടമ്പഴിപ്പുറം. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികൾക്കായി പഞ്ചായത്ത് തല പര്യടനം സംഘടിപ്പിച്ചു. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് തലങ്ങളിലെ സ്ഥാനാർത്ഥികളെ അണിനിരത്തി നടത്തിയ പ്രചരണ ജാഥ അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA പുളിയക്കാട്ടു തെരുവിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കേരളം എന്ന സംസ്ഥാനം ഒട്ടേറെ മേഖലകളിൽ നമ്മുടെ രാജ്യത്തിനും ലോകത്തിനുമൊക്കെ മാതൃകയാകുന്ന ഒരു നാടാണ്. ഇടതുപക്ഷത്തിന്റെ പ്രത്യേകത പറയുന്ന വാക്ക് പാലിക്കുന്ന പ്രസ്ഥാനമാണ് എന്നതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പായി ഞങ്ങൾ വന്നാൽ എന്തെല്ലാം ചെയ്യും എന്ന് ഒരു പ്രകടന പത്രികയിലൂടെ ജനങ്ങളുമായിട്ട് കൃത്യമായി എഴുതി തയ്യാറാക്കി നൽകി ഒരു വാഗ്ദാനമായി ഉറപ്പായി നാടിന് നൽകുന്നത്. പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി B രാജേഷ്, ഡിവിഷൻ സെക്രട്ടറി MC വാസുദേവൻ, ലോക്കൽ സെക്രട്ടറി MK ദേവി, NP പ്രിയേഷ്, VK രാധിക, AP സന്ദീപ് എന്നിവർ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് ശ്രീകൃഷ്ണപുരം ഡിവിഷൻ സ്ഥാനാർത്ഥിയായ AK ഷീലാദേവിയും ബ്ലോക്ക് സ്ഥാനാർത്ഥികളായ CV അനിത, ജ്യോതിവാസൻ, P സവിത എന്നിവരും പര്യടനത്തിലുടനീളം വോട്ടർമാരുമായി സംവദിച്ചു. കൂടാതെ ഗ്രാമപഞ്ചായത്തിലെ 16 വാർഡുകളിലെ സ്ഥാനാർത്ഥികളും പര്യടനത്തിൽ പങ്കെടുത്തു. പുളിയക്കാട്ടു തെരുവിൽ നിന്ന് ആരംഭിച്ച പ്രചാരണ ജാഥയ്ക്ക് ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഊഷ്മളമായ സ്വീകരണം ലഭിച്ചു. TTI ജംഗ്ഷൻ, സമ്പത്ത് പീടിക, തോട്ടര, മലമ്പള്ള, നാലുശ്ശേരി, ചങ്ങുതൊടി, ചേറുംകുടി, മഹാത്മാ, കാനാട്ടുതൊടി, ഷെഡുംകുന്ന്, അയ്യപ്പൻകാവ് 4 സെന്റ്, വലമ്പിലിമംഗലം 4 സെന്റ് എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ചേരിക്കല്ലിൽ വെച്ച് ജാഥ സമാപിച്ചു. സമാപന പൊതുയോഗം P സജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു. CCN കടമ്പഴിപ്പുറം. ദീപപ്രഭയിൽ വീടുകളിലും ക്ഷേത്രങ്ങളിലും കാർത്തിക വിളക്ക് ആഘോഷം. ദീപാവലി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഘോഷമാക്കുന്ന ഒരു ദീപ മഹോത്സവമാണ് തൃക്കാർത്തിക. കേരളത്തിലാണ് ഏറ്റവും കൂടുതലായി തൃക്കാർത്തിക ആഘോഷിക്കുന്നത്. തമിഴ്നാട്ടിലും ചില സ്ഥലങ്ങളിൽ തൃക്കാർത്തിക ആചാരാനുഷ്ഠാനത്തോടെ ആഘോഷമാക്കാറുണ്ട്. കേരളത്തിൽ ദേവീ സങ്കല്പത്തിന്റെ ഭാഗമായാണ് തൃക്കാർത്തികയെ കണക്കാക്കുന്നത്. അതിനാൽ ഇന്ന് ഭഗവതി ക്ഷേത്രങ്ങളിലും ലക്ഷ്മി ആരാധിക്കുന്ന ക്ഷേത്രങ്ങളിലുമെല്ലാം തൃക്കാർത്തിക ദിനത്തിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്താറുണ്ട്.
കാട്ടുകുളം പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിലും കാർത്തിക വിളക്ക് ആഘോഷം നടന്നു. രാവിലെ കാഴ്ചശീവേലി, ഓട്ടൻതുള്ളൽ, പ്രസാദൂട്ട്, വൈകിട്ട് കാട്ടുകുളം വേണുവും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യവും നടന്നു. തുടർന്ന് കാർത്തിക ദീപം തെളിയിക്കുന്നതിൽ നിരവധി ഭക്തർ തയ്യാറായി. നാദസ്വരം, തായമ്പക, എറണാകുളം കീഴിലം ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന മുടിയേറ്റ് എന്നിവയുമുണ്ടായി. CCN കടമ്പഴിപ്പുറം. മലപ്പുറം ചന്നത്ത് അയ്യപ്പ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മഹാകർപ്പൂരാഴി ഭക്തി നിർഭരമായി നടന്നു. കോട്ടപ്പടി അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ശബരിമല മുൻ മേൽശാന്തി സുധീർ നമ്പൂതിരി ദീപം കൊളുത്തി ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിച്ചു. താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും ശരണമന്ത്രങ്ങളുടെയും അകമ്പടിയോടെ നീങ്ങിയ ഘോഷയാത്ര ചന്നത്ത് ശ്രീ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ സമാപിച്ചു. ക്ഷേത്രസന്നിധിയിൽ മേൽശാന്തി സുബ്രഹ്മണ്യ അയ്യർ കർപ്പൂരാഴിയെ സ്വീകരിച്ചു. തുടർന്ന് തന്ത്രി മടപ്പിള്ളാപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. ഹരിവരാസനത്തോടുകൂടിയാണ് ചടങ്ങുകൾ സമാപിച്ചത്. CCN മലപ്പുറം. സമസ്ത 100ാം വാർഷികത്തിന്റെ ഭാഗമായി നടക്കുന്ന തൊലബ സമ്മേളനം 5-6 തീയതികളിലായി വിളയിൽ പറപ്പൂർ CBMS ഇസ്ലാമിക് അക്കാദമിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ സംസ്ഥാനത്തുള്ള ദർസ് അറബി കോളേജുകൾ അവിടുത്തെ വിദ്യാർത്ഥികളുടെ പ്രതിനിധികളുടെ സമ്മേളനമാണ് നാളെ മറ്റന്നാളും. വിളയിൽ പറപ്പൂർ CBMS സ്ഥാപനമാണ്. CBMS അവിടെ വെച്ചാണ് നടക്കുന്നത്. 1500 പ്രതിനിധികളുടെ സമ്മേളനമാണ്. വിവിധ വിഷയങ്ങളിലായി സമസ്ത കേരള ജംഇയ്യത്തുൽ പ്രസിഡന്റ് ശ്രീ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ വലിയ കലാലയമായ ഒരു ബാക്കിയാത്ത് സ്വാലിഹാത്ത് അറബി കോളേജ് ഉണ്ട്. ബാക്കിയാത്തിന്റെ പ്രിൻസിപ്പൽ അബ്ദുൽ ഹമീദ് ഹസരത്ത്, അതുപോലെ ജാമിയ നൂരിയിലെ സീനിയർ മുദരിസ് മുജീബുട്ടി മുസ്ലിയാർ, SKM സംസ്ഥാന പ്രസിഡന്റ് പാലക്കാട് ശിഹാബ് തങ്ങൾ തുടങ്ങി പ്രമുഖരായ പണ്ഡിതന്മാരും മത സാമൂഹ്യ രംഗത്തുള്ള വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട്. 1500 ആളുകളുടെ 2 ദിവസ സമ്മേളനമാണ്. വിവിധ വിഷയങ്ങളുടെ ചർച്ചകളും മറ്റൊക്കെ സമ്മേളനത്തിലുള്ളത്. ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയത്തിൽ സമസ്ത 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായാണ് തൊലബ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. കേരളത്തിനകത്തും പുറത്തുമുള്ള 500ഓളം സ്ഥാപനങ്ങളിൽ നിന്നും രജിസ്റ്റർ ചെയ്ത 1500 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഡിസംബർ 5 വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് സമസ്ത വൈസ് പ്രസിഡന്റ് കോട്ടുമല മൊയ്തീൻ കുട്ടി മുസ്ലിയാർ പതാക ഉയർത്തും. വെല്ലൂർ ബാക്കിയാത്ത് പ്രിൻസിപ്പൽ ഷൈഖ് അബ്ദുൽ ഹമീദ് ഹസ്രത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 6 ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് സമാപന പൊതുസമ്മേളനം ആരംഭിക്കും. സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ ഷമീർ ഫൈസി, അബ്ദുൽ സത്താർ ദാരിമി, ഷിബിലി എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം.
പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ UP വിഭാഗം ഓട്ടൻതുള്ളലിൽ 1ാം സ്ഥാനം നേടി മാധവി എച്ച് നായർ. ഷൊർണൂർ സെന്റ് തെരേസസ് HSസിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മാധവി. വേദി 17-ൽ നടന്ന UP വിഭാഗം ഓട്ടൻതുള്ളൽ മത്സരത്തിലാണ് മാധവി വിജയം സ്വന്തമാക്കിയത്. കഴിഞ്ഞ വർഷവും ജില്ലാ കലോത്സവത്തിൽ ഓട്ടൻതുള്ളലിൽ 1ാം സ്ഥാനം നേടിയ മാധവി ഈ വർഷവും വിജയം ആവർത്തിച്ചു. മൂന്ന് വർഷമായി പരിശീലകയായ കലാമണ്ഡലം ശർമിളയുടെ കീഴിലാണ് മാധവി ഓട്ടൻതുള്ളൽ അഭ്യസിക്കുന്നത്. 1ാം സ്ഥാനം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് മത്സരാർത്ഥി പ്രതികരിച്ചു. എങ്ങനെയാണ് പരിശീലനമൊക്കെ? മികച്ച പ്രയത്നം കൊണ്ട് മാത്രമാണ് ഈ വിജയം നേടാനായതെന്ന് പരിശീലക കലാമണ്ഡലം ശർമിള അഭിപ്രായപ്പെട്ടു. പരിശീലനം ഇവർക്ക് തുള്ളലിന്റെ സാധകം മുതൽക്കുള്ള എല്ലാ അടിസ്ഥാന പാഠങ്ങളും പഠിപ്പിച്ചതിന് ശേഷമാണ് കഥ പഠിപ്പിച്ചു തുടങ്ങുന്നത്. കഥ പഠിച്ച് 1-2 വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് അരങ്ങേറ്റം ഉണ്ടാവുന്നത്. അതിനുശേഷമാണ് മത്സരത്തിൽ കുട്ടികളെ പങ്കെടുപ്പിക്കാറുള്ളത്. ഓട്ടൻതുള്ളൽ കലയിൽ കാലക്രമേണ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. ഓട്ടൻതുള്ളലിന് പൊതുവെ ഇപ്പോൾ ഒരു ട്രെൻഡ് മാറ്റം വന്നിട്ടുണ്ട്. അതായത് ഇങ്ങനെ വെറുതെ പൊക്കത്തിൽ ചാടി ഉറക്കെ ശബ്ദിച്ച് ചെയ്യുന്നതാണ് തുള്ളൽ എന്നുള്ളൊരു ധാരണയിലേക്ക് സമൂഹം എത്തുന്നുണ്ട്. അപ്പോൾ അതൊരു തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. തുള്ളലിന് കൃത്യമായിട്ടുള്ള വിളംബ മധ്യമ ദ്രുതകാലങ്ങളുണ്ട്, കൃത്യമായിട്ടുള്ള സംഗീതമുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് കൂടി മത്സരം ഉയരേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായം പറയാനുണ്ട്. ചെറുതുരുത്തി സ്വദേശികളായ ജയശ്രീ ഹരികൃഷ്ണൻ ദമ്പതികളുടെ മകളാണ് മാധവി എച്ച് നായർ. CCN പാലക്കാട്. ആലിപ്പറമ്പ് പഞ്ചായത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി P. മുഹമ്മദ് മുഹസിൻ പ്രചാരണ പ്രവർത്തനം ശക്തമാക്കി. വിദ്യാർത്ഥി യുവജന സ്ക്വാഡ് ഗൃഹസന്ദർശനമാണ് നടക്കുന്നത്. പാറക്കണ്ണി വാർഡിലാണ് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മുഹസിൻ മത്സരിക്കുന്നത്. 24 വയസ്സ് മാത്രം, ജൻസികളുടെ പ്രതിനിധി, പ്രായത്തേക്കാൾ പക്വത, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിനുടമ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, B.Ed വിദ്യാഭ്യാസം, അധ്യാപകൻ, ഉജ്ജ്വല പ്രഭാഷകൻ, പാലിയേറ്റീവ് രംഗത്തെ സജീവ സാന്നിധ്യം, ഗ്രന്ഥശാല കമ്മിറ്റി അംഗം, വിശേഷണങ്ങൾ ഏറെയാണ് P. മുഹമ്മദ് മുഹസിന്. പുതിയ കാലത്തെ വേഗതയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവർ പാർലമെന്ററി രംഗത്തേക്ക് വരണം. അതാണ് മുഹസിന്റെ സ്ഥാനാർത്ഥിത്വം. നേരത്തെ 2 റൗണ്ട് ഗൃഹസന്ദർശനം പൂർത്തിയാക്കി. സ്ഥാനാർത്ഥിക്ക് വേണ്ടി വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും ചിഹ്നമായ കുട പിടിച്ചാണ് വോട്ടർമാരെ കണ്ടത്. മികച്ച പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതെന്ന് മുഹസിൻ പറഞ്ഞു. ഒരു മെമ്പറുടെ ആദ്യത്തെ കടമ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏത് വ്യക്തികൾ എന്ത് പ്രശ്നം കൊണ്ട് വരികയാണെങ്കിലും സത്യസന്ധമായി പൂർണ്ണമായി ആ ഒരു വിഷയത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പൂർണ്ണമായി കേൾക്കാൻ ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത്. ഈ നിലവിൽ നമ്മുടെ വീട്ടിലെ അമ്മമാർ, ഉമ്മമാർ, സഹോദരിമാരെല്ലാം വലിയ പരിഗണന നേരിടാതെ ഇരിക്കുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവർക്കെല്ലാം ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മാനസികമായ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് വേണ്ടി നമ്മുടെ ഗ്രാമങ്ങളിലടക്കം ഒരു മാനസിക ഉല്ലാസ കേന്ദ്രങ്ങളും നിലവിൽ വരേണ്ടതായ സമയം അതിക്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കൂടുതലായി ഇന്ന് കണ്ടുവരുന്നത് നമ്മുടെ കിടപ്പിലായ രോഗികളെയാണ്. ആ കിടപ്പിലായ രോഗികളെയും നാം കൂടുതൽ ചേർത്ത് നിർത്തേണ്ടതായിട്ടുണ്ട്. അതിനെല്ലാം ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലൂടെ പുതിയ പദ്ധതികൾ നാം കൊണ്ടുവരേണ്ടതുമാണ്. ആദ്യഘട്ടം എന്നുള്ള നിലക്ക് വീട് കയറി, ഇന്നിപ്പോൾ യൂത്ത് സ്ക്വാഡ് എന്നുള്ള നിലക്ക് വീട് കയറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള സ്വീകരണമാണ് നമ്മുടെ നാടിൽ എവിടെ നിന്നും നമ്മുടെ വാർഡിനകത്ത് എല്ലായിടത്തു നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു ശുഭപ്രതീക്ഷയായിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്.
UDF സ്ഥാനാർത്ഥിയായി PK മുഹമ്മദ് മുനീറും സ്വതന്ത്രരായി പൂക്കാട്ടിൽ ഹംസയും അബ്ദുൾ ലത്തീഫും ഈ വാർഡിൽ മത്സരരംഗത്തുണ്ട്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വഞ്ചിപ്പാട്ടിലെ വിധി. പാലക്കാട് ജില്ലാ കലോത്സവ വേദിയിൽ ജഡ്ജസിന് മർദ്ദനം. പോലീസ് ലാത്തി വീശി. വിധി നിർണയത്തെ ചോദ്യം ചെയ്തത് അക്രമത്തിൽ കലാശിക്കുകയായിരുന്നു. MP ഫണ്ട് ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്ത ശ്രീകൃഷ്ണപുരം കുളക്കാട്ടുകുറിശി അണ്ണടമ്പ് റോഡിന്റെ ശിലാഫലകം കാണാതായ സംഭവം വിവാദത്തിൽ. ശിലാഫലകം കാണാതായതിനെ തുടർന്ന് പ്രതിഷേധവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. മലപ്പുറം അച്ചിങ്ങൽ ബൈപ്പാസിന് സമീപമുള്ള സെക്കൻഡ് ഹാൻഡ് സ്പെയർ പാർട്സ് കടയുടെ ഗോഡൌണിൽ തീപിടുത്തം. ഉച്ചയ്ക്ക് ഏകദേശം 3 മണിയോടെയാണ് സംഭവം. ആളപായമില്ല. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.